എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല മാംഗോ സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ധാരാളം മാങ്ങയൊക്കെ പഴുത്തിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ 1 കിലോ മാങ്ങയ്ക്കുള്ള അളവാണ് പറയുന്നത്. മാങ്ങ തൊലി മാറ്റിയെടുത്ത് നമുക്ക് മിക്സിയിൽ അതിൻ്റെ പൾപ്പ് അരച്ചെടുക്കാം. ഇനി 1.5 കപ്പ് പഞ്ചസാരയാണ് 1 കിലോ മാങ്ങയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് 300 ഗ്രാം. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് തിളയ്ക്കാനായിട്ട് ഗ്യാസിൽ വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരപ്പാനി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അധികമായി പോകരുത്. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സ്ക്വാഷ് കേടാവാതിരിക്കാനും ഇതിലുള്ളൊരു പുളിരസം കിട്ടാനായിട്ട് നമുക്കൊരു ചെറുനാരങ്ങ നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുത്ത് നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. നന്നായി വീണ്ടും ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വളരെ എളുപ്പമല്ലേ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഉണങ്ങിയ കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഈ സ്ക്വാഷ് ഞാൻ സാധാരണ ഉണ്ടാക്കി ഒരു 2 മാസം വരെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. പുറത്ത് വെച്ചാൽ കേടായി പോവും, വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി സ്ക്വാഷ് ഗ്ലാസ്സിലെടുക്കാനായിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ ഐസ് ക്യൂബ്സ് ഇട്ട് ഒരു പകുതി ഭാഗം നമുക്ക് സ്ക്വാഷ് ഒഴിച്ച് ബാക്കി ഭാഗം വെള്ളം ഒഴിച്ച് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ സാധാരണ ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് എടുക്കാറ്. ടേസ്റ്റിൽ തന്നെ ഭയങ്കര വ്യത്യാസമായിരിക്കും. നല്ല ഫ്രൂട്ടിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. വെള്ളത്തിന് പകരം പാലൊഴിച്ചാൽ മിൽക്ക് ഷേക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.